ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. കുറേ നാളായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെ കാണാനാണ് ഗൈസ് പോകുന്നത്. സോ ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരുത്തി എന്നെ വരവേക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളെന്നെ കാറിൽ വിളിക്കാൻ വന്നിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിൽ പോയി. ഇത് അവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന അത്തപ്പൂക്കളാട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. എന്നാൽ പിന്നെ നമ്മുടെ ചാനലിലേക്ക് നമുക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങി ആദ്യമായിട്ടാട്ടോ കാണാൻ പോകുന്നത്. അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മഹത് വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവളെ ഞാൻ 4 വർഷമായി കണ്ടിട്ട്. ഇവരും രണ്ടുപേരും ഡോക്ടേഴ്സ് തന്നെയാണ്. ഇവർ ലീവില് വീട്ടിലേക്ക് വന്നേക്കുവാ. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കും. അതിന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കത്തില്ലേ, ആ സംഭവം ഞാനിവിടെ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം എല്ലാവരും. ഇത്രയും സൗണ്ട് പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. ഞാനും ഓക്കെ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഇത് നവീന, അത് ഐശ്വര്യ. അപ്പോ നമ്മൾ ഇന്ന് വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ഗൈസ്, കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവരെ കണ്ട സന്തോഷത്തിൽ ഞാൻ അതെല്ലാം മറന്നുപോയി. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ ഡബ് സ്മാഷൊക്കെ ഇരുന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പുറത്ത് പോയത്. ഞങ്ങളങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ യാത്ര തുടങ്ങി. അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് വരുന്ന ഈ എക്സ്പ്രഷൻസൊക്കെ കാണേണ്ടി വരും കേട്ടോ. ഞങ്ങളങ്ങനെ ഇങ്ങനെ കലവില എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ കുറേ ദൂരം ഓടിച്ചു പോയി. ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇടായിരുന്നു, പക്ഷേ മ്യൂസിക് വണ്ടിയിലുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഞങ്ങൾ വിശന്നപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ അതിൻ്റെ പേര് ഓൾ സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. കൊല്ലത്ത് വരുന്നവർ എന്തായാലും ഇവിടെ പോയിരിക്കണം. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത്. പാർക്കിംഗ് സ്പേസൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു, ക്യൂ ആയിരുന്നു ആക്ച്വലി അവിടെ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്താട്ടോ. അതാ ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത. അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബേക്കറി പോലെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈവ് ഫിഷ് കൗണ്ടർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അവിടുത്തെ സ്പെഷ്യലാണ് എഴുതിയിരിക്കുന്നത്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു ചേച്ചി വന്ന് ഇങ്ങനെ മന്ദം ഉള്ളിലേക്ക് വിളിച്ചോണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഉള്ളിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ ഓരോ റൂമും അവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പേരിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരവിപുരം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിരുന്നത് ആശ്രമം എന്ന് പറയുന്ന ഒരു റൂമിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു സ്പേസ് കിട്ടി. ഞാൻ ജസ്റ്റ് അതിൻ്റെ വെളിയിലൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിയിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു വലിയ ചെടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. അതിൻ്റെ സൈഡിലിരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര നൈസാണ്. പക്ഷെ ചെറുതായിട്ടൊരു വെയിലടിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ വീഡിയോ ഒന്നും കുത്തിയിരുന്ന് എടുക്കാറില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ കാണും. അങ്ങനെ ഞങ്ങൾ ആ മെനു ഫുൾ അരിച്ച് പറക്കി ഗൈസ്. ഞാൻ ആ മെനുന്ന് ഒരു തായ് ഡിഷാണ് എടുത്തത് ഗൈസ്. പക്ഷേ അത് ചോദിച്ചപ്പോൾ അത് അവിടെ ഇല്ല. അവർ രണ്ടുപേരും വെജ് താലി മീൽസും അതുപോലെ ചിക്കൻ വറുത്തരച്ചതുമാട്ടോ എടുത്തത്. ഞാൻ പിന്നെ നമ്മുടെ ബിരിയാണി വിട്ടൊരു കളിയില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഫുഡ് എത്തി ഗൈസ്. കുറച്ച് കഴിഞ്ഞ് എൻ്റെയും ഫുഡ് എത്തി. അപ്പോൾ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് പതിയെ ഞാൻ എൻ്റെ ക്യാമറ അവിടെ സൈഡിൽ വെച്ചിട്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. ഇനിയാണ് നമ്മുടെ റിവ്യൂ സെക്ഷൻ. ഹാൻഡിൽ വിത്ത് കെയർ. നമ്മളങ്ങനെ പതിയെ ആ ബിരിയാണി എടുത്ത് പ്ലേറ്റിൽ കുറച്ച് തട്ടി, എന്നിട്ട് ബാക്കിയുള്ളത് മേശപ്പുറത്ത് വെച്ചു. അങ്ങനെ പൊള്ളിച്ചിരിക്കുന്ന പപ്പടം ഞാനൊന്ന് എടുത്ത് കഴിച്ചു. പപ്പടത്തിന് ഇപ്പം എന്തുവാ, പപ്പടത്തിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് ബിരിയാണി കഴിക്കുന്നതെങ്കിൽ കുറച്ച് ചോറെടുത്തിട്ട് അതിനകത്ത് ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വായെന്ന് വെച്ച് നോക്ക്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ആ ബിരിയാണിയുടെ ശരിയായ ടേസ്റ്റ് ഉണ്ടാവും. അടുത്തത് വേണം നമ്മൾ പീസ് വെച്ച് കഴിക്കാൻ. ഇനി കുറച്ച് ഫ്രണ്ട് വ്യൂ ആകാം. ഹിപ്പോപ്പൊട്ടാമസ് വാ തുറക്കുന്ന പോലെ ഇപ്പം ഞാൻ തുറക്കും. ഈ ഒരു ഹോട്ടലിൽ പൊതുവെ നാടൻ വിഭവങ്ങളാണ് സ്പെഷ്യലായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഹോട്ടലിലെ മണിമണി പോലെ കിടക്കുന്ന ഈ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബിരിയാണിയിൽ എല്ലാത്തിൻ്റെയും സ്പൈസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വാരിക്കോരി കഴിച്ച് എണീക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ് ഇത്. അതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ മിനിമൽ ആൻഡ് ക്ലാസി ലുക്കാണ്.
കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബില്ല് വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്ന് ഈ ബേക്കറി കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. അത്യാവശ്യത്തിന് പിള്ളേരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ചോക്ലേറ്റ്സും അതുപോലെ ബിസ്ക്കറ്റ്സും അങ്ങനെ എല്ലാം. ഞങ്ങൾ ഈ മുട്ട വെയിലിൽ ബീച്ച് കാണാൻ പോയി ഗൈസ്. വേറെ ആരും ഇത് അനുകരിക്കരുത്, മുടി വരെ കരിഞ്ഞു പോകും ഗൈസ്, അത്രയ്ക്കും വെയിലായിരുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ RP മോൾ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം 5 നിലയാണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോളിന്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഇരുന്ന് കഴിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇപ്പൊ കഴിച്ചിറങ്ങിയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് നന്നായിട്ട് ദാഹിച്ചു ഗൈസ്. ഈ ഒരു വലിയ മെനു കണ്ട് ഞാൻ കണ്ണു തള്ളി നിൽക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ നോർമൽ ലൈൻ കണ്ടത്. അങ്ങനെ ഞാനൊരു ബോഞ്ചി വെള്ളം ഓർഡർ ചെയ്തു ഗൈസ്. ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ ഒത്തിരി നാരങ്ങ ഉണ്ടായിരുന്നു ഗൈസ്. ഇനി അത് എനിക്ക് മാത്രം തോന്നിയതാണോ? ഇതെന്താ എഴുതിയേക്കുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് ദുആ ചെയ്യാനുള്ള സ്ഥലമാണെന്ന്. എല്ലാ ഷോപ്പിംഗ് മോളിലും കാണുന്ന പോലെ തന്നെ ഇതിന്റെ ഉള്ളിലും ഇതുപോലത്തെ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മെക്ഡൊണാൾഡ്സ് ഇതുവരെ ഞാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ശകടത്തിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പറക്കുകയാണ് ഗൈസ്. കാർ ഒരു സ്ഥലത്തിട്ടിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നു. കപ്പലണ്ടി അല്ലെങ്കിൽ കടല എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചു. കപ്പലണ്ടിയൊക്കെ തിന്നു ഞങ്ങൾ അങ്ങനെ ട്രെയിൻ കയറാൻ നിൽക്കുകയാണ് ഗൈസ്. കണ്ടോ അവളുടെ ആ മുഖത്തെ സങ്കടം നോക്കൂ ഗൈസ്. എന്നെ പറഞ്ഞയക്കാൻ അവൾക്ക് മനസ്സില്ല. കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കുന്നതിന് മുന്നേ ട്രെയിൻ വന്നു ഗൈസ്. കുറച്ചു നേരം കിട്ടിയെങ്കിലും ഞങ്ങൾ ആ പഴയ കോളേജ് ഡേയ്സിലൊക്കെ പോയി ഓർമ്മകളൊക്കെ പുതുക്കി. ശരിക്കും നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ പെട്ടെന്നൊന്ന് വലുതായി കിട്ടിയാൽ മതി എന്നായിരിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് കോളേജ് ഡേയ്സ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മലയാളീസ് 13 പേരാ കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ അവിടെ എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിക്കും. അന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. ബൈ. സബ്സ്ക്രിപ്ഷൻ നീ പറ, ഞാൻ ബെല്ലൈക്കൺ പറയും. എല്ലാവരും ശ്രുതിയുടെ ചാനൽ ഒറ്റ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.